പ്രതിദിന പ്രതിപാദ്യം. പഴയ വീഞ്ഞ് പുതുപുത്തൻ സുന്നി ആദർശ പോരാളി എന്ന പേരിൽ ആത്മീയ ചികിത്സ നടത്തി പ്രവാചകർ പൈസ വാങ്ങിയിട്ടുണ്ടോ? സഹാബത്ത് വാങ്ങിയിട്ടുണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇന്ന് നമ്മുടെ സൂഫി ഹീലിംഗ് പരസ്യത്തിൻ്റെ ചുവട്ടിൽ വന്ന ആക്ഷേപത്തിന് മറുപടി പറയുകയാണ്. മന്ത്രത്തിന് ഫലം വാങ്ങാം. ബുഖാരി 5295 ഹദീസ്, മുസ്ലിം 4080 ഹദീസ്. ഫത്ഹുൽ ബാരിയും ഷർഹ് മുസ്ലിമും ഇത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പണം വാങ്ങാമെന്ന് ഫതാവൽ ഹദീസിയിൽ എഴുതിയിട്ടുണ്ട്. ഫർദ് ഐനായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ പോലും പണം വാങ്ങാമെന്ന് ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന പഠനങ്ങൾക്കൊക്കെ പണം വേണം. എല്ലാ ക്ലാസുകൾക്കും പണം വാങ്ങി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനൊന്നുമില്ലാത്ത ഒരു നിയമം എന്തിനാണ് ഈയുള്ളവനെ അടിച്ചേൽപ്പിച്ചു നമ്മുടെ ക്ലാസിന്റെ പരസ്യങ്ങൾക്ക് താഴെ ഫേസ്ബുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കാലങ്ങളായി പല പേരുകളിൽ വന്ന് ആക്ഷേപം നടത്തുന്നു. നടക്കട്ടെ. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത്, വഴിയാധാരമാക്കരുത്, ഖവാരിജി ചിന്ത കുത്തിവെക്കരുത്. സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് യോഗ്യരായ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയ ആത്മീയ അറിവുകൾ ഇന്ന് കച്ചവടമായി മാറിയിരിക്കുന്നു. ആത്മീയ ചികിത്സ ചെയ്യുന്നവർക്ക് നൽകിയിരുന്ന ആദരവുകൾ ഇതുമൂലം നഷ്ടമായി. ഇതൊക്കെയാണ് പോരാളിയുടെ കണ്ടുപിടുത്തം. വലിയ ഒരു പണ്ഡിത കൂട്ടം, സമാനതകളില്ലാത്ത ആലിമുകൾ, സംഘടനയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, വലിയ മുദല്ലിസുമാർ, നമ്മുടെ സംഘടനയിലെ മശായിഖുമാരുടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നവർ, വലിയ സ്ഥാപന മേധാവികൾ, ഉന്നതരായ പണ്ഡിതന്മാർ, കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉന്നതരായ മഹത്തുക്കൾ ആത്മീയ ചികിത്സക്ക് അഭയം പ്രാപിക്കുന്ന ഈയുള്ളവരിൽ നിന്നാണ് അവർ പഠനം നടത്തുന്നത്. പഠിപ്പിക്കുന്ന എല്ലാത്തിനും അനുവാദവും ഇജാസത്തും ഒക്കെയുണ്ട്. അതെല്ലാം ഗ്രന്ഥരൂപത്തിൽ ഇവിടെ ലഭ്യമാണ്. എന്നിട്ടും ആളറിയാതെ, എൽമറിയാതെ, വെറുതെ ജനങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായി ആദത്തിനെയും ഫിഖ്ഹിനെയും സൂഫി പാതയെയും ആക്ഷേപിക്കുന്ന സുന്നി പോരാളി എന്താണ് പറയുന്നത്? ഉസ്താദേ, ഇതറിയാൻ അങ്ങ് ഈ ഉള്ളവനെ സമീപിച്ചു, അന്വേഷിച്ചോ, പഠിച്ചോ, അറിഞ്ഞോ, ഫോണിൽ സംസാരിച്ചോ? ഒന്നുമില്ലാതെ കാണുന്നതിനെയെല്ലാം ഹറാമാക്കുന്ന രീതി നിർത്തി സംഘടനയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്വാന്തന പ്രവർത്തനങ്ങളിലും ദഅ്വാ മേഖലയിലും പ്രവർത്തിച്ചു അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ ശ്രമിക്കണം. ആക്ഷേപവും പരിഹാസവും പുച്ഛവും ചീത്ത പറയലും അത് സ്വർഗത്തിന്റെ വഴിയല്ലെന്ന് മനസ്സിലാക്കണം. ബിദ്അഈ ചിന്ത ജനങ്ങളിലേക്ക് വലിച്ചെറിയരുത്, അവരുടെ വിശ്വാസം കളയരുത്. ഇന്ന് സമസ്ത പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ പാണാവള്ളി ഉസ്താദിന്റെ ചികിത്സാ ക്ലാസുകൾ. അല്ലാതെ ആക്ഷേപം വ്യക്തിപരമായി ആണെങ്കിൽ എവിടെയും ഞാൻ വരാം, എന്തും ഞാൻ തെളിയിക്കാം. നിങ്ങൾ തയ്യാറുണ്ടോ? സുന്നി പോരാളിയാകുന്ന ഈ വ്യക്തി നാളുകളായി കുതിര കയറാൻ നടക്കുന്നു. നിർത്തൂ, നന്നാകൂ, സ്വർഗത്തിലേക്ക് പോകൂ, അതിനുള്ള വഴി നോക്കൂ. റബ്ബ് തുണക്കട്ടെ. ലോകത്താകമാനം സമാധാനം നിലനിർത്തി പല രാജ്യങ്ങളിലും ശത്രുക്കൾ തേടിപ്പിടിച്ചു കൊന്നെടുക്കുന്ന മനുഷ്യമക്കൾക്ക് അഭയം നൽകി, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നൽകി, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി സമാധാനം നൽകി, ശത്രുക്കളെ കാൽച്ചുവട്ടിലാക്കി, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.